അൽഫോൺസ് കണ്ണന്താനം ചേരുന്നു. അൽഫോൺസ് കണ്ണന്താനം, താങ്കളും ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാരൻ അല്ലാതെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ്. ഈ രാജീവ് ചന്ദ്രശേഖരനെ BJP സംസ്ഥാന അധ്യക്ഷനാക്കുക വഴി ഒരു പരീക്ഷണത്തിന് കൂടി BJP കേരളത്തിൽ തുനിയുന്നു അല്ലേ? അല്ല, ഇതൊരു പരീക്ഷണമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ വളരെ കഴിവുള്ള ആളാണ്, വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ തന്നെ നമ്മൾ കണ്ടതല്ലേ. അവിടെ ഏതാണ്ട് വെറും 40 ദിവസം മാത്രം അദ്ദേഹം പ്രചരണം നടത്തിയപ്പോൾ ഏകദേശം ജയിച്ചു എന്ന് വന്നു. വളരെ ജനങ്ങളോട് അടുത്ത് പ്രവർത്തിക്കാനും എല്ലാവരെയും കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാം നല്ല കഴിവുള്ള ഒരു വളരെ സ്മാർട്ടായിട്ടുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ വളരെ നല്ല കാര്യമാണ്. എന്ന് പറഞ്ഞാൽ യുവാക്കളെ ആകർഷിക്കുക അടക്കം BJP രാജീവ് ചന്ദ്രശേഖരെ ഇറക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ടാകാം അൽഫോൺസ് കണ്ണന്താനം. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം IT വലിയൊരു എക്സ്പേർട്ടാണ്. ഇൻഫാക്ട് അദ്ദേഹം ചെറുപ്പത്തിലെ ഈ വ്യവസായത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം 486 എന്ന ചിപ്പ് അത് ഡിസൈൻ ചെയ്യുന്ന ടീമിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം IT പറ്റി വളരെ നല്ല അറിവുണ്ട്. അദ്ദേഹം തന്നെ ഒരു വ്യവസായിയാണ്. അപ്പോൾ എല്ലാ തരത്തിലും എൻ്റെ കാഴ്ചപ്പാടിൽ നല്ല ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, ടാലൻ്റ് ഉണ്ട്, ടെക്നിക്കൽ അറിവുണ്ട് IT മേഖലയെ പറ്റി. നല്ല വ്യവസായിയാണ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണ്. അപ്പം എല്ലാ തരത്തിലും എൻ്റെ കാഴ്ചപ്പാടിൽ വളരെ വളരെ നല്ലൊരു ചോയ്സാണ്. ഓക്കെ, താങ്ക് യു അൽഫോൺസ് കണ്ണന്താനം. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJP നയിക്കാൻ വരുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആ വാർത്ത ബ്രേക്ക് ചെയ്ത ശ്രീകാന്ത്. ശ്രീകാന്ത്, ഒരു ബീറ്റ് നോക്കുന്ന ആളെന്ന നിലയ്ക്ക്, ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് ഉറപ്പായും ആ ബീറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആദ്യം കേരളത്തെ അറിയിക്കുക എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യമാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ അല്ലെങ്കിൽ മാധ്യമ സമൂഹത്തിനിടയ്ക്കുള്ള കാര്യം. അതിനപ്പുറം രാജീവ് ചന്ദ്രശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷനാകുന്നു. ആ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? അതിൻ്റെ ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക അടക്കം ഇനിയുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തുന്നത് ആരാണ്? അതെപ്പോഴാകും? ശ്രീകാന്ത്. ലക്ഷ്മി, രാജീവ് ചന്ദ്രശേഖരനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തു. അതിനുശേഷം RSSന്റെ അനുമതി തേടി. RSSൽ നിന്നും അതിന് ഗ്രീൻ സിഗ്നൽ കിട്ടി. തുടർന്ന് കേന്ദ്ര പ്രഭാരി, ഇപ്പോൾ കേരളത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും സഹപ്രഭാരി അപരാജിത സാരംഗിയും ഇവിടേക്കെത്തി. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്ന ഒരു 1-to-1 മീറ്റിംഗ് ആണ്. അത് ആരാണോ പ്രസിഡന്റ് ആകാൻ പോകുന്നത് അയാളുമായി 1-to-1 മീറ്റിംഗ് നടക്കും. ആ 1-to-1 മീറ്റിംഗ് നടത്തുന്ന വ്യക്തി പ്രസിഡന്റ് ആകും എന്നുള്ളതാണ് BJPയുടെ ഒരു കീഴ്വഴക്കം. ആ തരത്തിൽ രാജീവ് ചന്ദ്രശേഖറുമായി 1-to-1 മീറ്റിംഗ് ഇവിടെ വെച്ച് നടത്തി. ആ 1-to-1 മീറ്റിംഗിനൊടുവിൽ കോർ കമ്മിറ്റിയിൽ പേര് അവതരിപ്പിച്ചു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം ഇതാണ് എന്ന് കോർ കമ്മിറ്റിയെ അറിയിച്ചു. കോർ കമ്മിറ്റി അതിന് ഏകകണ്ഠമായി അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇനി ചെയ്യാനുള്ളത് അദ്ദേഹം നോമിനേഷൻ നൽകലാണ്. ഒരൊറ്റ നോമിനേഷൻ അത് മാത്രമേ കാണൂ. അത് 2-നും 3-നും ഇടയ്ക്ക് BJP സംസ്ഥാന കാര്യാലയത്തിൽ വെച്ചാണ് നോമിനേഷൻ നൽകുന്നത്. സഹവരണാധികാരി നാരായണൻ നമ്പൂതിരിയാണ് നോമിനേഷൻ ഏറ്റുവാങ്ങുന്നത്. 4 മണിക്ക് സൂക്ഷ്മ പരിശോധന നടക്കും. അതിനുശേഷം അതിൻ്റെ നടപടി എന്ന നിലയിൽ ഇന്ന് രാത്രി പ്രഹ്ലാദ് ജോഷി എത്തും. അദ്ദേഹത്തിനാണ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല. ഈ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട് BJPയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല പ്രഹ്ലാദ് ജോഷിക്കാണ്. അദ്ദേഹം രാത്രി എത്തും. നാളെ ഉദയ് പാലസിൽ വെച്ചിട്ട് സംസ്ഥാന കൗൺസിൽ യോഗം ചേരും. 500 പ്രതിനിധികൾ പങ്കെടുക്കുന്ന വലിയ ബൃഹത്തായ പരിപാടിയാണ്. അവിടെ വെച്ച് പുതിയ സംസ്ഥാന അധ്യക്ഷനെ അവതരിപ്പിക്കും. ഇതാണ് BJPയുടെ നിലവിലെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദുത്വം എന്നുള്ളത് കേരളത്തെ പോലെയുള്ള ഒരു സ്ഥലത്ത് മുൻപ് പരീക്ഷിച്ചതാണ്. പക്ഷേ അത് വിജയം കണ്ടില്ല എന്ന് BJPക്ക് മനസ്സിലായി. തുടർന്നാണ് BJP ട്രാക്ക് മാറ്റുന്നത്. ഹിന്ദുത്വത്തിനൊപ്പം വികസനം കൂടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് BJP. ഒരു ടെക്നോക്രാറ്റിനെ അവതരിപ്പിക്കുന്നതിലൂടെ യുവാക്കളുടെയും ഒപ്പം തന്നെ മിതവാദി പ്രതിച്ഛായയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ന്യൂനപക്ഷങ്ങളുടെയും പിന്തുണ നേടിയെടുക്കാം എന്ന് കരുതുന്നുണ്ട് BJP. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനിടയിൽ സ്വീകാരനാണ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ വെറും 15,000 വോട്ടിൽ അടുത്താണ് അദ്ദേഹം തോൽക്കുന്നത്. അതൊക്കെ തന്നെ ഈ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കൂടി നേടാൻ അദ്ദേഹത്തിന് കരുത്തുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. ഹിന്ദുത്വവും വികസനവും